സുക്കൂറേ, അതേ, ഞാൻ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എന്നോട് പറഞ്ഞത്. ഈ അത് വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കണം. അല്ല ഞാൻ പറയാ, അതേ, ഈ നമ്മുടെ ഇവിടെ ഉള്ള ഇലക്ട്രിസിറ്റി ഓഫീസിൽ ഉള്ളൊരു ഒരു എ ഉണ്ടോയെന്ന് നോക്കണം. ജെമിനി എന്നാണ് പേര്. ജെമിനി, അതൊന്ന് ഈ എന്നോട് ഒന്ന് ആ വിവരം ഒന്ന് ഈ എന്നോട് അറിയിക്കണം. ഇനിയിപ്പോൾ അഥവാ ഇവിടെ ഇനിയിപ്പോൾ ഈ നമ്മുടെ ഇലക്ട്രിസിറ്റി ഓഫീസില്ലെങ്കിൽ ഈ അടുത്തുള്ള ഏതെങ്കിലും നമ്മുടെ പഞ്ചായത്തുകളിൽ അവിടെ ഏതെങ്കിലും ഉള്ള ഇലക്ട്രിസിറ്റി ഓഫീസ് വേറെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് അന്വേഷിച്ചിട്ടേ ഈ ഇങ്ങനെ ജെമിനിന്ന്, അതെ, അതെ, അത് ഞാൻ പറയാം. ഇല്ല, ഒന്നുമില്ല, ഞാൻ പറയാതെ അത് നേരിട്ട് കാണുമ്പോ പറയാൻ പറ്റില്ല. ഇത് തന്നെ പറയാൻ പറ്റൂല. ഇതൊന്ന് അന്വേഷിച്ചിട്ട് ഇക്ക് തരും. അതെ, എന്നാ ശരി, ആയിക്കോട്ടെ. ആയിക്കോട്ടെ, ഞാൻ വിളിക്കാം. ഇതൊന്ന് അറിഞ്ഞിട്ട് പറയട്ടോ. ഇപ്പൊ കേക്കണില്ലേ? അത് അകത്ത് റേഞ്ചോറാണ്. ഞാൻ ഇപ്പൊ പുറത്തിറങ്ങി. ഇപ്പോഴോ? എന്നാ പിന്നെ വിളിക്കാന്നാലേ, തിരക്കൊക്കെ കഴിയുമ്പോഴേ. എന്നാ ശരി. നോക്കണേ, ഞങ്ങള് വെറുതെ നോക്കിയതാ. ആരപ്പോ വിളിച്ചേ? അതിന്റെ കൂട്ടുകാരി. ഇങ്ങോട്ട് കാണിച്ചാ നോക്കട്ടെ. ഇതാരാ നോക്കട്ടെ? ഇപ്പൊ വിളിച്ച ആരാ നോക്കട്ടെ? ഞാൻ ഇങ്ങോട്ട് കാണിക്കും. എന്താണ്? ഞാൻ ജമീലാനാണ് വിളിച്ചത്. ജമീലാന്നാണ് ഇതിക്കണ. നോക്ക് നന്നായിട്ട്. ജമീല ഇതിപ്പോ അത് ഇക്ക് മനസ്സിലാവാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഈ ജമിനിയുടെ പേര് ജമീല എന്നാക്കിയല്ലേ? അതൊക്കെ മനസ്സിലാവും. എന്റെ കൂട്ടുകാരിയുടെ പേരാണ് ജമീല. എന്റെ കൂട്ടുകാരി തന്നെ അതൊക്കെ മനസ്സിലാവുക്ക്. അല്ലാതെ ഇപ്പൊ ഇതുവരെ ഇല്ലാത്തൊരു ജമീല എവിടെ ഉണ്ടായത്? ഇതുവരെ ഇല്ലാത്തൊരു ജമീല അങ്ങനെ പനക്ക് കൂട്ടുകാരി ആയിട്ട് വന്നത്? അതൊന്നും പറയണ്ട. ജമനി തന്നെ, അത് ജമനി തന്നെ. ജീവിതം പോയി, അല്ലാ, ജീവിതം പോയി. ഇതെച്ചാലുള്ള 10-25 വർഷം കൊണ്ട് പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കുക. 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 മുതലാളി മൂരാച്ചി, മുതലാളി അല്ല, അത് ജോലി തിരിച്ചെടുത്തിട്ട്. രാഘവ മൂരാച്ചി, രാഘവ മൂരാച്ചി, രാഘവ മൂരാച്ചി, രാഘവ മൂരാച്ചി. സമരം ചെയ്യും, സമരം ചെയ്യും, സമരം ചെയ്യും, സമരം ചെയ്യും. മരണം വരെയും സമരം ചെയ്യും. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജോലി ആര് ചെയ്യും? വിജയം വരെയും സമരം ചെയ്യും. വിജയം വരെയും സമരം ചെയ്യും. ഏത് വിജയം? ജയിക്കും വരെ സമരം ചെയ്യും. ജയിക്കും വരെയും സമരം ചെയ്യും. ജയിക്കും വരെയും സമരം ചെയ്യും. രാഘവ മൂരാച്ചി, രാഘവ മൂരാച്ചി. തിരിച്ചെടുക്കൂ
തൊഴിൽ തരൂ തിരിച്ചെടുക്കൂ തൊഴിൽ തരൂ തിരിച്ചെടുക്കൂ തൊഴിൽ തരൂ തിരിച്ചെടുക്കൂ തൊഴിൽ തരൂ നിന്റെ തന്തയോ നിന്റെ തന്തയോ ജമിനി നിന്റെ തള്ളയോ നിന്റെ തള്ളയോ നിന്റെ തന്തയോ നിന്റെ തന്തയോ നിന്റെ തന്തയോ നിന്റെ തന്തയോ ജമിനി നിന്റെ തള്ളയോ നിന്റെ തള്ളയോ ജമിനി നിന്റെ തള്ളയോ നിർത്ത് ഇവിടെ കയറുന്നിട്ട് തൊള്ള തുറന്നിട്ടൊന്നും ഒരു കാര്യമില്ലടാ. വേറെ വല്ല പണിക്കുമ്പോ അതെ ഞങ്ങൾക്ക് പകരം വേറെ ആരെങ്കിലും ഇവിടെ ജോലിക്ക് വെക്കാന്ന് വിചാരിക്കണ്ട, ഞങ്ങളെ സമ്മതിക്കില്ല. എന്തിന്? എനിക്ക് ഉണ്ട്, ജമനി ഉണ്ട്, പിന്നെ നിന്നെ എന്തിനു കൊള്ളല്? എനക്കൊന്നും വേണ്ട. ഒറ്റൊരുത്തനടത്തിനൊക്കെ കാരണം ഞാൻ അപ്പോഴേ പറഞ്ഞ ഈ ഏയും ജമിനി ഒന്നും അദ്ദേഹത്തെ കാണിച്ചു കൊടുക്കണ്ട. ഇപ്പൊ എന്തായി? പറ്റിപ്പോയി സോദാ, പറ്റിപ്പോയി. നിന്നെ പിന്നെ കണ്ടോളാം. നിന്നെ പിന്നെ കണ്ടോളാം. തിരിച്ചെടുക്കൂ തിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കൂ. എടുക്കോ മുതലാളി. എന്താ എന്താ ആലോചിക്കണ? എന്താ ഒന്നുമില്ല. പിന്നെന്തിനീ ബാധിപ്പൊന്നിരിക്കണം? ആ പുതിയ ക്യാമറ എടുത്ത് എന്റെ EMI ആയി. ഇപ്പൊ എന്താ പൈസ അടക്കേണ്ട കൊണ്ടുപോയിട്ട്? കഴിഞ്ഞ മാസം ഞാനൊരു കണക്കിനാണ് അത് ഒപ്പിച്ചടച്ചത്. ഇപ്പൊ 3-4 ദിവസമുള്ളൂ, എന്തെങ്കിലും ചെയ്യണം. ഈ മാസം ഇപ്പൊ എന്തൊരു കല്യാണല്ലേ? അത് ക്യാൻസലായി. ക്യാൻസലാവ്? അത് വേണ്ടാന്ന് പറഞ്ഞവര്. അത് അയാളുടെ ചേട്ടന്റെ മോന്റെ ഒരു പുതിയ ഐഫോൺ വാങ്ങിയിട്ടുണ്ട് അത്ര. ഐഫോൺ അതിൽ ഷൂട്ട് ചെയ്തോളാന്ന്. ഐഫോണിലോ? കല്യാണോ? കല്യാണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതിൽ ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള സംവിധാനം ഉണ്ട്. ഐഫോണിൽ എടുത്താൽ അവർക്ക് ബ്യൂട്ടീഷ്യനെ ഒഴിവാക്കാം, ആ പൈസ ലാഭമാണെന്ന്. അതിൽ പൗഡർ മേക്കപ്പ് ഒക്കെ ഇടാനുള്ള സിസ്റ്റം ഒക്കെ ഇറങ്ങിയിട്ടുണ്ടെന്നാ പറയണം. ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഇല്ലാത്ത എല്ലാം ഉണ്ട് ഇപ്പൊ ഫോണില്. ആ പുതിയ ക്യാമറ വാങ്ങണ്ടായിരുന്നു, ആ പഴയ തന്നെ വെച്ച് തള്ളിയാൽ മതിയായിരുന്നു. എന്താന്ന് പോയില്ലേ എങ്ങോട്ടും? എന്തൊന്നും പോയില്ല. വരും. എന്താ പറയണ്ട വർത്താനം പറഞ്ഞേ? കസാരൊന്നും വേണ്ടതേ, ഇവിടെ കുത്തിരിക്കാലോ. അതിരുന്നോളെ. ഇവിടെ നിങ്ങൾ ഇരിക്കുമ്പോ പിന്നെ ഇവിടെ വരുന്നല്ലോ. എന്ത് പറ്റിയ കാലിന്? എന്റെ ഒരു ശകടം ഉണ്ടല്ലോ, ആ സ്കൂട്ടർ വീണോ? വീണല്ല, എന്തിനാ വീണ? അതിനെട്ടി മേലെ ഇപ്പൊ ആ പണ്ടാരം ചവിട്ടി സ്റ്റാർട്ടാക്കാൻ നോക്കിയപ്പോ എന്റെ കാല് അത് നേരായില്ല. ഇതിപ്പോ ഒരു പരുവത്തിലായി. കാലിന്റെ മുട്ട് വേദന കൂടുതലുണ്ടാ? എന്താ കാര്യം പറയാ? എന്തേലും വെള്ളം കുടിക്കണ? വേണ്ട. അതെ, ഒരു വണ്ടി വിളിച്ചാ വിട്ട്. അതൊന്നും വേണ്ട. അത് വേണ്ട. എന്താ പറയാ? ഒന്നല്ല തകതി. എന്താ ചോദിക്കാം? അതേ, എന്റെ ഒരു അവസ്ഥ ഇപ്പൊ അതാണ്. അതുകൊണ്ട് എന്നോട് പറയാണ്ടിരിക്കാൻ പറ്റൂലാത്തോണ്ട് ഞാൻ പറയാം. എന്താണെന്ന് വെച്ചാ പറയാം, ഞങ്ങളെ കൊണ്ട് ആയ ഹെൽപ്പ് ഞങ്ങൾ ചെയ്യില്ലേ? ഇവിടെ ഈ KCB-ലൊക്കെ ഉണ്ടാവണ ഈ ഇല്ലേ, തങ്കച്ചൻ സാറല്ലേ? അതല്ല, ജെമിനി. അയാള് മാറിയേക്കണു. അയാളൊന്നല്ല ഇത്. ആ സംഗതി ആയി കഴിച്ചില്ല, അജാതി ഇതൊന്നും കാണിക്കൂല. ഇയാള് സംഗതി കഥ ഞാൻ പറഞ്ഞുതരാം. ഉണ്ണി ഉണ്ടല്ലോ, അന്റെ അടുത്തേക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് സ്റ്റുഡിയോക്ക് അങ്ങോട്ട് ഇറങ്ങാന്ന് പറഞ്ഞില്ല. അപ്പൊ അതന്നെ ആ കഥയാണ് ഞാൻ പറഞ്ഞ മോനെ. ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ നിക്കുക. ആ സമയത്ത് ഈ ഹമുക്ക് ഇങ്ങോട്ട് കയറി വന്ന് നമ്മുടെ ഉണ്ണി എന്നോട് പറഞ്ഞേ, ജെമിനിയുടെ ഒരു സൂത്രപ്പണി ഉണ്ട്, ജെമിനി അത് ചെയ്തു തരും, ജെമിനിന്റെ കൂട്ടുകാർ അതാണ് ഇതാണ്, ഞാൻ അത് ചെയ്തു തരാം, നിങ്ങള് ഒരു സ്റ്റുഡിയോയിൽക്കും പോണ്ട, എല്ലാതും ഇപ്പൊ ജെമിനിയുടെ കയ്യിൽ ചോദിച്ചാൽ ഇങ്ങോട്ട് തരും. സ്റ്റുഡിയോ പോയിട്ടാ ഫോട്ടോ എടുത്തത്?
അതല്ലാന്നേ ഇത് ജർമ്മനി അല്ല കോയിക AI പണ്ടറിയില്ലട്ടൊക്കെ അതിന്റെ ഇതൊന്നും അറിയില്ല. ഫോട്ടോ എടുത്താ എന്തായാലും ചെങ്ങായി എന്ത് ചെയ്തേക്കണേ ഇയാളുടെ അടുത്ത് പറഞ്ഞിട്ട് ഫോട്ടോ എടുത്ത് തരാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ രണ്ടാളെ ഫോട്ടോ എടുത്തും കൂടെ കാണിക്കലല്ല സൂറാടേ കയ്യിന്റെ മുകളിലത്തെ ഒരു മറുക്ക് എന്താണ് കയ്യിന്റെ മുകളിലൊരു മറുകുണ്ട് സൂറാന്റെ. ഓ ഇത് ഞാനല്ലേ കാണണ്ടു, ഇക്കല്ലേ കാണാൻ പാടുള്ളൂ. മതിയല്ലോ. ഈ ജമനി ഉണ്ട് കാണിച്ചു ആലോചിച്ച് നോക്ക്. ഓളുടെ കയ്യിലെ മറുകെ എവിടെയാ കിടക്കണ ഈ ജമനി ഇക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞാ എന്തിനാ പിന്നെ ഞാനാണായിട്ട് ജീവിക്കണിന്റെ സത്യ ഒന്ന് ആലോചിച്ച് നോക്കാ. അത് കോയക്ക ബേജാറാവണ്ട, അങ്ങനെ സങ്കടപ്പെടാനുള്ള കാര്യമൊന്നും അതിലില്ല. ഇപ്പൊ എന്നെ പറഞ്ഞേ അത് നമ്മുടെ മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ ആണ്, ഒരു ആപ്പാണത്. ആപ്പന്നെയാണ് ഇത്. അല്ല ഇപ്പൊ കാപ്പ് വന്നില്ലേ, ഇക്ക വന്നില്ലേ, എന്നല്ലേ പറഞ്ഞേ ആപ്പന്നെയാണ്. അതിനിപ്പോ എന്താ കുഴപ്പം? എന്താ ഈ നാണമാനില്ലാത്ത മാതിരി സംസാരിക്കണം. എന്റെ ഭാര്യയുടെ കയ്യമ്മള്ള ഒരു കാക്കപ്പുള്ളി എവിടെയെങ്കിലും കിടക്കണ ജമിനി ആപ്പ് വെക്കുക പറഞ്ഞാൽ അത് നടക്കണ കാര്യം. ഇതൊന്നും ജെമിനി എന്ന് പറഞ്ഞ ഒരാളല്ല, AI ഒന്നും അല്ല അത്. അതൊരു ആപ്ലിക്കേഷൻ ആണ്, AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയും. നമ്മൾ ഈ ജെമിനിയിലോട്ട് നമ്മളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്താ നമ്മ പറയണ അനുസരിച്ചിട്ടാണ് ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് തരണത്. അപ്പൊ അതിന് ആളുകളൊന്നും കാണൂല. മനുഷ്യനല്ല, അതൊരു ആപ്ലിക്കേഷൻ ആണ്. അത് ശരി. അല്ല ഞാൻ ചോദിക്കട്ടെ, അപ്പോഴൊരു സംശയം കിടക്കണം. എന്താ വെച്ചാല് ഈ ഉണ്ണി വന്ന് ഞങ്ങളുടെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കുമ്പോ ഓള് ഇതുവരെയുള്ള കുപ്പായിട്ട് മുട്ടും കൈ ഇറങ്ങിയുള്ള കുപ്പായിട്ട് അങ്ങനെ ഇപ്പൊ ഞാൻ കെട്ടിയതിന് ശേഷം അങ്ങനത്തെ ഉടുപ്പ് ഇല്ലല്ലോ. അങ്ങനെയല്ല കണ്ടിട്ടുണ്ട്. അപ്പൊ കുപ്പായ ഇട്ടേക്കണേ. ഇപ്പൊ ഈ ഫോട്ടോ എടുത്തിട്ട് ഈ പറഞ്ഞ എന്റെ ഈ സാധനം അതന്നെ ഈ ജമനി ഫോട്ടോ എടുത്ത് ഇങ്ങടെ അയക്കലും പിന്നെ ഈ ഷർട്ടിന്റെ ഇവളുടെ ഈ കുപ്പായ ഇതുവരെയുള്ള കുപ്പായായി ഇവിടെ ഓൾക്കുള്ള ഈ മറുക് വരെ ഉമ്മ വന്ന അതെങ്ങനെയാ ഈ സാധനം കണ്ട് അതെന്താ പരിപാടി? ഇല്ലാച്ചാ അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഈ സൂറത്ത് ഇനി മുമ്പ് എപ്പോഴെങ്കിലും ഈ ഫേസ്ബുക്കിലാ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പഴയ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ഫോട്ടോയിൽ ചിലപ്പോ മറുക കാണുന്ന ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പൊ പഴയ ഫോട്ടോവും ഇപ്പൊ നമ്മ അപ്ലോഡ് ചെയ്ത ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് അവര് നമുക്ക് റിസൾട്ട് തരണത്. അപ്പൊ അങ്ങനെ കണ്ടിട്ടുണ്ടാവുള്ളൂ. അത് പഴയ ഫോട്ടോ അങ്ങനെ ഇട്ടിട്ടുണ്ടാവും. അതെ, ഇട്ടിട്ടുണ്ടാകാനാ. അതൊക്കെ ഇപ്പൊ ഇനിയിപ്പൊ അവള് വല്ല പഠിക്കാൻ പോയ കാലത്ത് എന്തെങ്കിലും ഇട്ടുണ്ടോ ഒക്കെ അറിയില്ല. സത്യം പറഞ്ഞത് ഇപ്പൊ മനുഷ്യനല്ല. ഇല്ല കോയിക്ക, നിങ്ങൾ പറയണ AI അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. മനസ്സിലായ? ഇത് AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ മറുക് ഇപ്പൊ കണ്ട് മറുകാണ് ഇപ്പൊ അത് വിചാരിക്ക. നമ്മളിപ്പോ അല്ലാണ്ട് ഇപ്പൊ ഫോട്ടോ എടുത്താലേ നമ്മള് അല്ലാത്ത രീതിയിൽ കാണുമോ? അല്ലാത്ത നമ്മള് ഫോട്ടോ എടുത്താ ഫോട്ടോ ഉള്ള രീതിയിലല്ലേ കാണണ. അല്ല, ഞാൻ പറഞ്ഞ ഈ നമ്മുടെ ഈ നൂഡിൽസ് ആയിട്ട് കാണുമോ ചോദിക്കാം. നമ്മള് നൂഡിൽസ് ആയിട്ട് ന്യൂഡായിട്ട് അങ്ങനെ തുണിയില്ലാതെ കാണുമോ? അത് പറഞ്ഞാ പോലെ അങ്ങനെ ഒന്നും കാണൂല. അതൊന്നും പേടിക്കണ്ട കേട്ടാ. വെറുതെ ആളുകൾ അതും ഇതുമൊക്കെ പറയണ. അല്ല, ഒരു സമാധാനം. ഇതിങ്ങനെ കാണാച്ചാ പിന്നെ അങ്ങനെ പലതും കാണോ നിങ്ങനെ കാര്യങ്ങൾ മനസ്സിലാകാതെ അറിയാൻ പാടില്ലാത്ത ഒരു കാര്യത്തിൽ എടുത്തിയാടി ചെയ്യരുത്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്ത ഒരു കുഴപ്പമില്ല. അല്ലാണ്ട് ഇപ്പൊ വേറെ കുഴപ്പമൊന്നും വേറെ ഒരാളും കാണൂല. സൂറത്തട മറുക് കോയൊക്കെ മാത്രമേ കാണുള്ളൂ. ഇതിപ്പോ കാലത്തിനനുസരിച്ചേ ഓരോ ടെക്നോളജികൾ ഇങ്ങനെ വരും, പലതും വരും. അപ്പൊ പഴയ സംഗതികളൊക്കെ അങ്ങോട്ട് പോകും. അതെ അതെ, അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ പണ്ടൊക്കെ നമ്മുടെ ഈ കാസറ്റ് കടണ്ടായിരുന്നു. അപ്പൊ അന്ന് മറ്റേ കാസറ്റ് ഓലല്ലേ ഇങ്ങനെ വലിച്ചൊക്കെ അല്ലേ? പിന്നെ അത് CD ആയി, DVD ആയി, അങ്ങനെയൊക്കെ വന്നില്ല. പിന്നെ പെൺഡ്രൈവ് ആയി. അപ്പൊ അതൊക്കെ എവിടെ? ഒന്നുമില്ല, അതൊന്നുമില്ലല്ലോ. അപ്പൊ കമ്പ്യൂട്ടർ വന്ന സമയത്ത് എന്തായിരുന്നു? എല്ലാരും എതിർത്തില്ലേ? പിന്നല്ലേ ആൾക്കാരുടെ തൊഴിൽ പോവും, ജോലി പോവും, ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് എല്ലാവരും എതിർത്തില്ലേ? ഇപ്പൊ കമ്പ്യൂട്ടർ ഇല്ലാതെ എന്തെങ്കിലും പരിപാടി വിളിച്ച ആളെ കിട്ടാല്ല. അങ്ങനെ എല്ലാത്തിനും കമ്പ്യൂട്ടറാണ്. എന്നാ മാതിരി ഇപ്പൊ അങ്ങനെ പുതിയ വന്നിട്ടുള്ള ഒരു സാധനമാണ് ഇപ്പൊ AI എന്ന് പറയുന്ന സംഗതി. ചുരുക്കപ്പത്രമുള്ളൂ. പിന്നെ കോയാക്ക, ഏത് ടെക്നോളജി വന്നാലും നമ്മളത് എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിപ്പോ അങ്ങനെ പേടിക്കാനൊന്നുമില്ല അല്ലേ? ഇതില് കുഴപ്പമില്ല. ഇല്ല, ഒരു കാര്യം ചെയ്തോളൂ, ഒരു നല്ല ഫോട്ടോ അവിടെ സ്റ്റുഡിയോയിൽ നിന്ന് വന്ന് എടുത്തോളൂ. അല്ല, എടുക്കണം. ഇനിയിപ്പോ ഇനിയിപ്പോ ഇതൊക്കെ പറഞ്ഞു നിൽക്കണ കാരണം ഇനിയിപ്പോ സൂറാനായിട്ടൊന്നൊരു
ഒരു സമവായത്തിൽ എത്തിയിട്ട് വേണം ഇനിയിപ്പൊ അതിന്. നീരൊക്കെ ഒന്ന് മാറട്ടെ. അതെ. എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരണ്ടെന്നാ. അപ്പോഴൊക്കെ ഒരു സമാധാനം. ഇതിന്റെ നെഞ്ചത്തൊരു കല്ലായിരുന്നു എന്റെ സത്യം. ഞാൻ ആകെ അങ്ങോട്ട് ഇടങ്ങറായി. ഇത് കുഴപ്പമില്ല. ഇതിപ്പോ വലിയ സമാധാനായി നിങ്ങള് ഇത് പറഞ്ഞോണ്ടേ. എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഒന്നും വേണ്ട. അല്ല വേണ്ട വേണ്ട. എന്നാ ശരി കേട്ടോ. കുറച്ചേരി ഇരുന്നിട്ട് അങ്ങോട്ട് അടിക്കുമ്പോളേ ഒരടങ്ങറാ. എന്നാ ശരി കേട്ടോ. മോളെ രമണിയെ അല്ല മോളെ ജമനിയെ, എവിടെയാണ് എൻ്റെ അച്ചാറ് വിൽക്കേണ്ട മാർക്കറ്റ് ഒന്ന് പറഞ്ഞു തരുമോ മോളെ? ഏതെങ്കിലും പലചരക്ക് കടയിൽ കൊണ്ടുപോയി വിൽക്കുക. അത് എനിക്കറിയില്ലേ മോളെ, നീ അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് പോലെ മോളെ. എൻ്റെ കടയിലുണ്ടായ മന്മഥൻ കൊണ്ടുപോയിട്ട് കൊടുക്കുന്ന കടകളില്ലേ, അതൊന്ന് അതിന്റെ പേരൊന്ന് എഴുതി കാണിക്കും മോളെ. ക്ഷമിക്കണം, നിങ്ങൾ ഉദ്ദേശിച്ച മന്മഥൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. മന്മഥൻ അറിയില്ലേ? എന്റെ അച്ചാർ കമ്പനിയിലുണ്ടായ മന്മഥൻ. ക്ഷമിക്കണം, ആ ഓനാന്ന് എന്റെ ഇതെല്ലാം കൊണ്ടുപോയി വിറ്റിരുന്നത്. ഇപ്പൊ അച്ചാറെല്ലാം വീട്ടിലിങ്ങനെ കെട്ടിക്കിടക്കേന്ന് കമ്പനിയിൽ. എന്ന് വേണ്ട ഒന്ന് സഹായിക്കും മോളെ, അത് എവിടെയെങ്കിലും അതിന് മാർക്കറ്റ് കണ്ടുപിടിച്ചിട്ട്. അച്ചാർ വിറ്റഴിക്കാനുള്ള ചില മാർഗങ്ങൾ പറഞ്ഞു തരാം. ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മ, ആകർഷകമായ പൊതിയൽ, മികച്ച ക്രയവിക്രയം, അത് ഉറപ്പ് വരുത്തുക. ഇതൊക്കെ എനിക്കറിയാം മോളെ, നീ എന്തിനാ അതെല്ലാം പറയുന്നത്? എന്റെ സാധനം ബെസ്റ്റ് സാധന, ഞാൻ നല്ല സാധനം ഉണ്ടാക്കുന്നത്. നീ അതിന് വാങ്ങാനുള്ള ആളെ ഉണ്ടാക്കി നോക്കുമോളെ. തീർച്ചയായും അച്ചാറുമായി റോഡിൽ ഇറങ്ങി നിൽക്കുക. വിളിച്ചു പറയുക, അച്ചാർ വേണോ, അച്ചാർ വേണോ. റോഡിൽ ഇറങ്ങിട്ട് വിൽക്കാൻ എനിക്കറിയില്ലേ? എനിക്ക് നിങ്ങളുടെ ഭാഷ മനസ്സിലാകുന്നില്ല. എന്നിട്ട് തണ്ടയോട് സാർ, ഞാൻ നാണവല്ല ഇങ്ങോട്ടില്ല സാർ. മതിയായി മതിയായി ജോലി മതിയായി. ഇവിടെ എത്ര ആൾക്കാരെ പണിയാ സാറേ ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്നേ? ഇവിടെ ഇപ്പൊ 5 ആൾക്കാരെ പണിയാ ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്നത്. 2 ദിവസമായി വീട്ടിൽ പോയിട്ട് സ്ട്രെസ് കൊണ്ട് എനിക്ക് ഉറങ്ങാൻ സമയം പോലും കിട്ടുന്നില്ല. ഇനിയിപ്പോ എന്റെ പണിയും കൂടി സാറിന്റെ ആ ജമിനി ഇല്ലേ, അതിനെ ഏൽപ്പിച്ചോട്ടോ. ഞാൻ ഇല്ല ഇങ്ങോട്ട്. എന്താണ് മുതലാളി? മന്മഥ, അന്ന് സമരം നിന്റെ കൂടെ സമരം ചെയ്തേ എല്ലാരെയും ഞാൻ തിരിച്ചെടുക്കുക. മുതലാളിക്ക് ജമിനി ഉണ്ടല്ലോ. ജമിനി മാത്രം പോരാ, മനുഷ്യന്മാരും വേണം. ഇപ്പൊ മനസ്സിലായില്ല അല്ലേ? മനസ്സിലായി. മായം